Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറിലെ മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മൊഡ്യൂൾ 3 ആണ് DHSൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത്. അതായത് മൊത്തം 100 മാർക്കിൻ്റെ എക്സാമിന് 50 മാർക്ക് ചോദിക്കുന്നത് മൊഡ്യൂൾ നമ്പർ 3 എന്നാണ്. ഈ 50 മാർക്ക് ഡിസൈനും ഡ്രോയിങ്ങിനുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 നമുക്ക് മൊത്തത്തിൽ 6 ഡിസൈൻ പഠിക്കാനുണ്ട്. ആ 6 ഡിസൈൻ്റെ ഡ്രോയിങ്ങും ഉണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് 25 മാർക്സും ഡ്രോയിങ് ചെയ്യുന്നതിന് 25 മാർക്സും ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ നമ്പർ 3 എന്തൊക്കെ ഡിസൈൻസ് ആണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 ഇതാണ്. ഡിസൈനും ഡ്രോയിങ്ങും ഉണ്ട്. നമുക്ക് അക്യുഡക്റ്റ് ഉണ്ട്, സൈഫൺ അക്യുഡക്റ്റ് ഉണ്ട്, കനാൽ ഫോൾ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ നോച്ച് ടൈപ്പ് ഫോൾ ഉണ്ട്, സൈഫൺ വെൽ ഡ്രോപ്പ് ഉണ്ട്, സർദാഫ് ടൈപ്പ് ഫോൾ ഉണ്ട്, ക്രോസ് റെഗുലേറ്റർ ഉണ്ട്. അങ്ങനെ 6 ഡിസൈൻസ് ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും ടൈപ്പ് 3 ആണ് പഠിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ തിയറിയൊക്കെ പഠിച്ചപ്പോൾ അക്യുഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ടൈപ്പ് 3 അക്യുഡക്റ്റ് പഠിച്ചു. ആ ടൈപ്പ് 3 ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് 25 മാർക്സ്, ഡ്രോയിങ് ചെയ്യുന്നതിന് 25 മാർക്സ്, ഈക്വൽ വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 50 മാർക്ക് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസൈൻ ഓഫ് അക്യുഡക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് അക്യുഡക്റ്റ് ഞാൻ 3 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ആദ്യത്തെ പകുതി സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബാക്കി ഡിസൈൻ, ഹാഫ് പാർട്ട് ഓഫ് ഡിസൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ അതിൻ്റെ ഡ്രോയിങ് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു രീതിയിലായിരിക്കും അക്യുഡക്റ്റിൻ്റെ ലെക്ചേഴ്സ് പോകുന്നു. ഡിസൈൻ ഓഫ് അക്യുഡക്റ്റ് പാർട്ട് നമ്പർ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ പഠിച്ച അതേ ക്വസ്റ്റ്യൻ, അതേ വാല്യൂസൊക്കെ തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം കേരളത്തിൽ ഏകദേശം എല്ലാ ടീച്ചേഴ്സും തന്നെ SK ഗാർഗിൻ്റെ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ലെക്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ SK ഗാർഗിൻ്റെ ഇതിൽ ഡിസൈൻ ഓഫ് അക്യുഡക്റ്റിൽ സോൾവ് ചെയ്തേക്കുന്ന ഒരേ ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം എല്ലാവരും ഇതേ പ്രോബ്ലം തന്നെ ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് CDW given the following data at the crossing of a canal and the drainage. അപ്പോൾ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. കനാലും ഡ്രെയിനേജും തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ കനാലിൻ്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, കനാലിലുള്ള ഡിസ്ചാർജ് 32 ക്യൂമിക്സ് ആണ്. ക്യൂമിക്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഫുൾ സപ്ലൈ ലെവൽ, കനാലിലുള്ള വാട്ടറിൻ്റെ ലെവലിനാണ് നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത്. FSL 213.5 മീറ്റർ. കനാൽ ബെഡ് ലെവൽ, കനാലിൻ്റെ താഴെയുള്ള ബെഡ് ലെവൽ CBL 212 മീറ്റർ. ബെഡ് വിഡ്ത്ത്, കനാലിൻ്റെ ബോട്ടം ബെഡ് വിഡ്ത്ത് 20 മീറ്റർ. ഇനി കനാൽ ട്രപ്പിസോഡൽ ചാനൽ സെക്ഷൻ വിത്ത് 1.5 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ. അപ്പോൾ കനാൽ ആക്ച്വലി അത് ട്രപ്പിസോഡൽ ചാനൽ സെക്ഷനാണ്. അതിൻ്റെ സൈഡ് സ്ലോപ്പ് 1.5 ഈസ് ടു 1 ആണ്. ഇനി കനാലിലുള്ള വാട്ടറിൻ്റെ ഡെപ്ത് 1.5 മീറ്ററാണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. സപ്പോസ് ക്വസ്റ്റ്യനിൽ കനാലിൻ്റെ അകത്ത് വാട്ടർ ഡെപ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. കനാലിൻ്റെ ബെഡ് ലെവലിൽ നിന്ന് ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ചെയ്താൽ നമുക്ക് കനാലിൻ്റെ വാട്ടർ ഡെപ്ത് കിട്ടും. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാ, കനാൽ ഒരു ട്രപ്പിസോഡൽ ചാനൽ സെക്ഷനിലാണ് വരുന്നത്. കനാലിൻ്റെ ബോട്ടം ബെഡ് ലെവൽ 212 ആണ് കനാലിൻ്റെ ബെഡ് ലെവൽ. ഇനി കനാലിലുള്ള വാട്ടറിൻ്റെ ലെവലാണ് ഫുൾ സപ്ലൈ ലെവൽ, അത് 213.5 മീറ്ററാണ്. ഇനി കനാലിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ ഡെപ്ത്ത് 1.5 മീറ്റർ. അപ്പോൾ ബെഡ് ലെവലിൽ നിന്ന് ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ചെയ്താലും നമുക്ക് ഈ ഒരു വാട്ടർ ഡെപ്ത് കിട്ടും. അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ,
അടുത്തത് ഡ്രെയിനേജ് അല്ലെങ്കിൽ റിവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ്, അതായത് റിവറിലുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് 300 ക്യൂമിക്സ് ആണ്. ഹൈ ഫ്ലഡ് ലെവൽ, റിവറിലെ വെള്ളത്തിൻ്റെ ടോപ്പ് ലെവലിനാണ് നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ HFL എന്ന് പറയുന്നത്. അത് 210 മീറ്റർ ആണ്. അടുത്തത് ഹൈ ഫ്ലഡ് ഡെപ്ത്, അതായത് റിവറിലെ വാട്ടറിൻ്റെ ഡെപ്താണ് 2.5 മീറ്റർ. ലാസ്റ്റത്തത് ജനറൽ ഗ്രൗണ്ട് ലെവൽ 212.5. ഈ ജനറൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ അല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെക്കരുത്. ജനറൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ആ റിവർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ സൈഡിൽ, റിവർ ഫ്ലോ ചെയ്യുന്ന എന്തായാലും താഴ്ന്ന ലെവലിലായിരിക്കുമല്ലോ, അതിൻ്റെ സൈഡിൽ ഗ്രൗണ്ട് ലെവൽ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു ലെവലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവറിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വരക്കാം. ഇതാണ് റിവറിൻ്റെ ബെഡ് ലെവൽ, ഡ്രെയിനേജ് ബെഡ് ലെവൽ, ഈ താഴെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, റിവറിൻ്റെ ടോപ്പ് ലെവലിനാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ 210 ആണ്. റിവറിലുള്ള വാട്ടർ ഡെപ്ത് 2.5 മീറ്റർ ആണ്. അപ്പോൾ നോക്കിക്കേ, ഡ്രെയിനേജ് ബെഡ് ലെവൽ തന്നിട്ടില്ല. ഇപ്പോൾ തന്നിട്ടില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹൈ ഫ്ലഡ് ലെവലിൽ നിന്ന് വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ 210 ആണ്. അതിൽ നിന്ന് വാട്ടറിൻ്റെ ഡെപ്ത് നോക്കിക്കേ, ഇതാണ് ഹൈ ഫ്ലഡ് ലെവലിൻ്റെ ലെവൽ. വാട്ടർ ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള 210 നിന്ന് വാട്ടറിൻ്റെ ടോട്ടൽ ഡെപ്ത് 2.5 മീറ്റർ ആണ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 207.5 എന്ന് കിട്ടും. അതാണ് ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഈ പറഞ്ഞ കനാലിൻ്റെ ഫിഗറും ഡ്രെയിനേജിൻ്റെ ഫിഗറും വരച്ചിട്ട് അതിൻ്റെ അകത്തുള്ള റീഡിങ്സ് ഒക്കെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഈ ഡിസൈനിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് വരുമെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് സ്റ്റെപ്പ് വരുമെന്ന്. ഒന്ന്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് അക്യുഡക്റ്റ് ആണോ, സൈഫൺ അക്യുഡക്റ്റ് ആണോ, അതല്ല ലെവൽ ക്രോസിംഗ് ആണോ. മൊത്തത്തിൽ നമുക്ക് മൊഡ്യൂൾ 6 3 ക്രോസ് ഡ്രെയിനേജ് വർക്കാണുള്ളത്. ഒന്ന് അക്യുഡക്റ്റ് അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ്, ലാസ്റ്റത്തെ ലെവൽ ക്രോസിംഗ്. അത് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലാണ് വരുന്നത്. അപ്പോൾ ആകെപ്പാടെ ചിന്തിക്കേണ്ടത് അക്യുഡക്റ്റോ സൈഫൺ അക്യുഡക്റ്റോ ആകണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കനാല് മുകളിലൂടെ ഫ്ലോ ചെയ്യുന്നു, ഡ്രെയിനേജ് താഴെ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഈ ഒരു കേസ് ആണെങ്കിൽ ഒന്നെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അക്യുഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് ഈ ഒരു കേസ്. അപ്പോൾ കനാലിൻ്റെയും ഡ്രെയിനേജിൻ്റെയും ബെഡ് ലെവൽ കമ്പയർ ചെയ്താൽ മതി. കനാൽ ബെഡ് ലെവൽ ഡ്രെയിനേജ് ബെഡ് ലെവലിനേക്കാളും മുകളിലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അക്യുഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ കാര്യം ഹൈ ഫ്ലഡ് ലെവൽ, റിവറിലുള്ള ഹൈ ഫ്ലഡ് ലെവൽ. അപ്പോൾ റിവർ താഴെ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് ഉറപ്പിച്ചാൽ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ കനാലിൻ്റെ താഴെയാണെങ്കിൽ, അതായത് ഈ ഹൈ ഫ്ലഡ് ലെവൽ കനാലുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് താഴെ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ അക്യുഡക്റ്റ് ഡിസൈൻ ചെയ്യും. അതല്ല കനാലിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഡ്രെയിനിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഈ കനാലിൻ്റെ പോർഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർ വേ. ഡ്രെയിനേജ് എന്ന് വെച്ചാൽ റിവറാണ്, റിവറിൻ്റെ വാട്ടർ വേയുടെ വിഡ്ത്തൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ട്. അതേപോലെ നമ്മൾ അക്യുഡക്റ്റിന് വേണ്ടിയിട്ട് എത്ര പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പില്ലർ, എത്ര പില്ലർ കൊടുക്കണം, പില്ലറിൻ്റെ തിക്നെസ് എത്രയാണ്, 2 പില്ലർ തമ്മിലുള്ള ക്ലിയർ സ്പേസിങ് എത്രയാണ്, അതൊക്കെയാണ് ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർ വേയിൽ വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേ ആണ്. അതായത് ട്രപ്പിസോഡൽ സെക്ഷനിലാണ് കനാൽ വരുന്നത്. അത് നമ്മൾ ഫ്ലൂം ചെയ്ത് ചെറിയ വിഡ്ത്തിലുള്ള റെക്റ്റാങ്കുലർ കനാലാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു റിവറിൻ്റെ താഴെ കൂടി പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിവറിൻ്റെ കനാലിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. എത്രയാണ് കനാലിന് കൊടുക്കേണ്ട വിഡ്ത്ത്, എത്രയാണ് അതിൻ്റെ ഫ്ലൂം ചെയ്യുന്നതിൻ്റെ സ്ലോപ്പ് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്തത് ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവലായിട്ട് ഡിഫറെൻറ്റ് സെക്ഷൻ. അപ്പോൾ വാട്ടർ നമ്മുടെ ട്രപ്പിസോഡൽ ഷേപ്പ് കനാലിൽ നിന്ന് ഫ്ലോ ചെയ്ത് നമ്മുടെ അക്യുഡക്റ്റ് എന്ന് പറയുന്ന പോർഷനിലേക്ക് കയറി ഇറങ്ങി പോകുമ്പോൾ
അതിന് ഓരോ പോർഷനിലും അതിൻ്റെ ബെഡ് ലെവൽ എവിടെയാണ്, വാട്ടർ ലെവൽ എവിടെയാണ്, ടോട്ടൽ എനർജി ലെവൽ എവിടെയാണ്, അതിൻ്റെയൊക്കെ കാൽക്കുലേഷനാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്പർ 5 വരുന്നത് ഡിസൈൻ ഓഫ് ട്രാൻസിഷനാണ്. ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ട്രപ്പിസോഡൽ ഷേപ്പിൽ വരുന്ന കനാൽ നമ്മൾ പതുക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനെ ഒരു ഫ്ലൂം ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനീഷ്യലി അതിൻ്റെ വിഡ്ത്ത് 20 മീറ്ററാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഫ്ലൂം ചെയ്ത് നമ്മുടെ കനാലിലേക്ക് വരുമ്പോൾ ഓരോ സൈഡിലും അതിൻ്റെ വിഡ്ത്ത് എത്രയൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഡിസൈൻ ഓഫ് ട്രാൻസിഷനിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഡിസൈൻ ഓഫ് ട്രഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ നമ്മളൊരു കോൺക്രീറ്റ് ട്രഫ്, റെക്റ്റാങ്കുലർ കോൺക്രീറ്റ് ട്രഫ് ആക്കിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ സിംഗിൾ ട്രഫ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 ട്രഫ് ആയിരിക്കാം. അപ്പോൾ ഈ ട്രഫിൻ്റെ സൈസ് എത്രയാണ്, വിഡ്ത്ത് എത്ര വരണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓവറോൾ ഇത്രയും സ്റ്റെപ്പാണ് നമുക്ക് അക്വഡക്റ്റിൻ്റെ ഡിസൈനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ തന്നിട്ടുണ്ട്, 212 മീറ്ററാണ്. ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാം, 207.5. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കനാൽ മുകളിൽ കൂടെയും ഡ്രെയിനേജ് താഴെ കൂടെയും. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ 207.5 ആണ്. കനാലിൻ്റെ ബെഡ് ലെവൽ, താഴത്തെ ലെവൽ 212 ആണ്. അപ്പോൾ കനാൽ മുകളിലാണെന്നും ഡ്രെയിൻ താഴെയാണെന്നും മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ഈ ഡ്രെയിനേജിൽ റിവറിലെ വെള്ളം കനാലിനെ ടച്ച് ചെയ്താണോ പോകുന്നത്, അതോ കനാലിൻ്റെ താഴെ കൂടി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുവാണോ നോക്കണം. അപ്പോൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഹൈ ഫ്ലഡ് ലെവലാണ്. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹൈ ഫ്ലഡ് ലെവൽ 210 ആണ്. അപ്പോൾ 210 ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി. കനാലിൻ്റെ ബെഡ് ലെവൽ 212 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ കൂടി ഫ്രീ ആയിട്ടായിരിക്കും നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് കേസാണ്? ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. കനാൽ മുകളിലും ഡ്രെയിനേജ് താഴെയും. അതിൻ്റെ അകത്ത് തന്നെ ഹൈ ഫ്ലഡ് ലെവൽ, ഡ്രെയിനേജിലെ വാട്ടർ കനാലിലോട്ട് ടച്ച് ചെയ്യുന്നില്ല, താഴെ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ 2 കണ്ടീഷനാണ്. ഒന്ന് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഹൈ ഫ്ലഡ് ലെവൽ, റിവറിൻ്റെ വാട്ടർ ലെവൽ ലെസ് ദാൻ കനാലിൻ്റെ ബെഡ് ലെവൽ. അതുകൊണ്ട് നമ്മൾ അക്വഡക്റ്റാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി അഥവാ ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡ് ലെവലിൻ്റെ മുകളിലാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ സൈഫൺ അക്വഡക്റ്റ് ഡിസൈൻ ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻസ് എഴുതുക. ഗിവൺ കനാൽ ബെഡ് ലെവൽ, ഡ്രെയിനേജ് ബെഡ് ലെവൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്കാണെന്ന് മനസ്സിലായി. ഇതാണ് ഫസ്റ്റ്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, ഹൈ ഫ്ലഡ് ലെവൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ ലെസ് ദാൻ കനാൽ ബെഡ് ലെവൽ ആയതുകൊണ്ട് നമ്മൾ അക്വഡക്റ്റാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് അവിടെ എഴുതുക. സിൻസ് ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ലെസ് ദാൻ കനാൽ ബെഡ് ലെവൽ ആൻഡ് അക്വഡക്റ്റ് ഈസ് ടു ബി ഡിസൈൻഡ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഈ ഒരു ഫിഗർ അങ്ങ് കാണിച്ചേക്കുക. അക്വഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ താഴെ ഈ ഒരു ഫിഗർ നല്ല നീറ്റാക്കി വരയ്ക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, താഴെ കൂടെ പോകുന്നത് ഡ്രെയിനേജ്. ഇത് ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ. ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ 207.5 മീറ്റർ. ഇനി ഡ്രെയിനേജിൻ്റെ വാട്ടർ ലെവൽ മാർക്ക് ചെയ്യാം. വാട്ടറിൻ്റെ ഡെപ്ത് 2.5 മീറ്റർ ആണ്. അപ്പോൾ 2.5 മീറ്റർ മുകളിൽ കൂടെ ഡ്രെയിനേജിൻ്റെ വാട്ടർ ലെവൽ പോകുന്നുണ്ട്. അപ്പോൾ ഡ്രെയിനിൻ്റെ ഡയറക്ഷനും കാണിച്ചു, ഡ്രെയിൻ അല്ലെങ്കിൽ റിവർ. അപ്പോൾ ഡ്രെയിനേജിൻ്റെ വാട്ടർ ലെവലാണ് ഹൈ ഫ്ലഡ് ലെവൽ, അത് 210 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കനാൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കനാൽ ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കനാലിൻ്റെ ബോട്ടം ലെവലാണ് കനാൽ ബെഡ് ലെവൽ, അത് 212 ആണ്. അടുത്തത് കനാലിൻ്റെ വാട്ടർ ഡെപ്ത്, കനാലിൻ്റെ അകത്തുള്ള വാട്ടർ ഡെപ്ത് 1.5 മീറ്റർ ആണ്. അപ്പോൾ 1.5 മീറ്റർ മുകളിലാണ് കനാലിൻ്റെ വെള്ളം. ആ ലെവലിനെ നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയും. അത് 213.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നല്ല നീറ്റായിട്ട് വരയ്ക്കുക ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഓരോ ലെവലും എവിടെയൊക്കെയാണെന്നുള്ളത്.
ഇത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. താഴെ ഈ ലെവൽ, അതിൻ്റെ മുകളിലിത്, അതിൻ്റെ മുകളിലിത്, അതിൻ്റെ മുകളിലിത്, ആ രീതിയിൽ പോവാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ അക്വിഡക്റ്റ്. റിവർ താഴത്തുകൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്, മുകളിലൂടെ കനാൽ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രെയിൻ, ഇതാണ് നമ്മുടെ കനാൽ. ഇനി ഈ കനാലിൽ ഇത്രയും പോർഷനാണ് നമ്മൾ അക്വിഡക്റ്റ് എന്നും പറഞ്ഞ് ഡിസൈൻ ചെയ്യുന്നത്, ഇത്രയും പോർഷൻ. അപ്പോൾ ഈ കനാൽ ഒരു വലിയ വിഡ്ത്ത് 20 മീറ്റർ വിഡ്ത്ത് അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മീറ്റർ വിഡ്ത്ത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ ട്രപ്പീസോഡല്ല. അപ്പോൾ കനാൽ ഇനീഷ്യലി ട്രപ്പീസോഡൽ ഷേപ്പിലായിരുന്നു. ഇനി ഈ ട്രപ്പീസോഡൽ ഷേപ്പ് നമുക്ക് ഈ ഒരു ഫ്ലൈ ഓവർ പോലത്തെ സ്ട്രക്ചർ അല്ലേ, റിവറിൻ്റെ മുകളിൽ ഒരു എലിവേറ്റഡ് സ്ട്രക്ചറാണ് പിയറിൻ്റെ മുകളിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ സൈസിലെ കനാൽ, 20 മീറ്റർ സൈസിലുള്ള കനാൽ നമ്മൾ ഇവിടെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അൺഎക്കണോമിക്കലാണ്. അതേപോലെ ഇവിടുത്തെ ഷേപ്പ് ട്രപ്പീസോഡലാണ്. അപ്പോൾ ഇതേപോലത്തെ എലിവേറ്റഡ് സ്ട്രക്ചർ നമ്മൾ ട്രപ്പീസോഡൽ ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്ക് ഫുൾ വിഡ്ത്തിൽ വരുന്ന കനാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൈസ് റെഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഫ്ലൂമിങ് എന്നാണ് പറയുന്നത്. ഒറിജിനൽ സൈസിൽ നിന്ന് കനാൽ, നമ്മൾക്ക് അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതൊക്കെ ഒറിജിനൽ കനാൽ തന്നെ, നാച്ചുറൽ കനാൽ തന്നെ. അപ്പോൾ ഒറിജിനൽ സൈസിലുള്ള 20 മീറ്ററിൽ വരുന്ന കനാൽ നമ്മൾ ഈ ഒരു പോർഷനിൽ റെക്റ്റാങ്കുലർ സ്ട്രഫായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എലിവേറ്റഡ് സ്ട്രക്ചർ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ട്രപ്പീസോഡൽ ഷേപ്പിൽ നിന്ന് വരുന്ന കനാൽ നമുക്ക് ഒറ്റയടിക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഈ ഷേപ്പ് നമ്മുടെ അക്വിഡക്റ്റ് എത്താറാകുമ്പോഴേക്ക് പതുക്കെ ഒന്ന് ഫ്ലൂം ചെയ്യും. ഫ്ലൂം ചെയ്യാന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇതൊരു കേവ് ഷേപ്പാണ്. ഇങ്ങനെ കേവ് ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്ലൈ ഓവർ പോലത്തെ ഈ സ്ട്രക്ചറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വിഡ്ത്തിൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഫ്ലോ ചെയ്യും. അങ്ങനെ ഇത് ഫ്ലോ ചെയ്ത് പുറത്തെത്തി കഴിയുമ്പോൾ ഇത് വീണ്ടും ഫ്ലൂം ചെയ്ത് വലുതായിട്ട് പഴയ ട്രപ്പീസോഡൽ ഷേപ്പിൽ പുറത്തേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ശരിക്കും എവിടെ നിന്നാണോ ഇതിൻ്റെ ഫ്ലൂമിങ്, ട്രപ്പീസോഡൽ ഷേപ്പ് മാറി ഫ്ലൂം ചെയ്ത് ചെറുതായി റെക്റ്റാങ്കുലർ ഷേപ്പിൽ നിന്ന് വന്നു, പിന്നെ ഇത് എക്സിറ്റ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും വലുതായി വീണ്ടും പഴയ ഷേപ്പിലേക്ക് പോകും. അപ്പോൾ ഇതെവിടെ നിന്നാണോ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ മുതൽ ഇതിലേക്കൂടെ പാസ് ചെയ്ത് എവിടെ നിന്നാണോ ഇത് എക്സ്പാൻഷൻ കഴിഞ്ഞ് പഴയ പോലെ പോകുന്നത്. ഇത്രയും പോർഷനാണ് നമ്മുടെ അക്വിഡക്റ്റ് എന്ന് പറയുന്ന മെമ്പർ. അപ്പോൾ ഈ ഒരു ഐഡിയ വേണം ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും. ഇപ്പോൾ പറഞ്ഞത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ കൂടെ റിവർ പോകുന്നുണ്ട്, ഇതാണ് റിവറിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ വിഡ്ത്ത്. ഓക്കെ അല്ലേ? അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ താഴെ കൂടെ ഫ്ലോ ചെയ്യുന്ന റിവർ. അപ്പോൾ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ, ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡിസൈൻ ഓഫ് കനാലിൽ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് P is equal to 4.75 √Q, where Q is the discharge of drain in cubics. Cubics എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഓൾറെഡി ഡിസ്ചാർജ് ഡ്രെയിൻ അല്ലെങ്കിൽ റിവറിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 300 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P is equal to 4.75 into √300 സോൾവ് ചെയ്യുമ്പോൾ 82.3 മീറ്റർ എന്ന് കിട്ടും. എന്താണിത്? 82.3 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് വാട്ടർവേ ആണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് വാട്ടർവേ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു സ്കെച്ച് വരക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം ഞാനൊന്ന് പറയാം. ട്രപ്പീസോഡൽ ഷേപ്പിൽ വന്നുകൊണ്ടിരുന്ന നമ്മുടെ കനാൽ, അതിൻ്റെ സൈസ് എത്രയായിരുന്നു? 20 മീറ്റർ വിഡ്ത്തായിരുന്നു അല്ലേ? അതിനെ നമ്മുടെ അക്വിഡക്റ്റിലേക്ക് കയറുമ്പോൾ പതുക്കെ ഫ്ലൂം ചെയ്ത് സൈസ് ചെറുതാക്കി ഒരു പർട്ടിക്കുലർ വിഡ്ത്തിലെത്തിച്ചു. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഫ്ലോ ചെയ്യുന്നത്. ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ റിവർ, ഇത്രയും പോർഷനിലാണ് നമ്മുടെ റിവർ ഉള്ളത്. അപ്പോൾ ഇതാണ് വിഡ്ത്ത് ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. നമുക്ക് ക്യാപിറ്റൽ P എന്ന് കൊടുക്കാം.
ഡ്രെയിനേജ് വാട്ടർ വേയുടെ വിഡ്ത്ത് ക്യാപിറ്റൽ പി ആണ് ഇത്. ഈ ഒരു 82.3 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അത് നമ്മളിപ്പോൾ അതുപോലെ തന്നെ എടുക്കില്ല, അത് ജസ്റ്റ് ഒന്ന് ഫർദർ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് ഇത് ഈ പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്തത് ഈ അക്യുഡക്റ്റ്, ഈ ഒരു സ്ട്രക്ചർ പിയറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ, പല പില്ലേഴ്സിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പില്ലർ താഴെ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ സൈഡ് മാത്രം നമുക്ക് കാണാം, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും പില്ലറിൻ്റെ പ്രൊജക്ഷൻ മാത്രം നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, അത് പില്ലർ താഴെയാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഈ പില്ലറിൻ്റെ കുറച്ച് പോർഷൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്, അത് മാത്രമേ കാണത്തുള്ളൂ. അതല്ലാതെ പില്ലർ ഇതിൻ്റെ താഴെ കൂടെ പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പില്ലർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ഒരു പില്ലർ മുതൽ അടുത്ത പില്ലർ ഇതിൻ്റെ ഇടയിൽ വരെയുള്ള സ്പേസ്, അതാണ് ഈ ക്ലിയർ സ്പേസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊരു ക്ലിയർ സ്പേസ് ആണ്, ഇത് അടുത്ത ക്ലിയർ സ്പേസ് ആണ്, ഇത് അടുത്ത ക്ലിയർ സ്പേസ് ആണ്, ഇത് അടുത്ത ക്ലിയർ സ്പേസ് ആണ്. അങ്ങനെ ഓരോ ക്ലിയർ സ്പേസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആക്ച്വലി 3 പിയറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരച്ചെന്നേ ഉള്ളൂ. എത്ര പിയർ ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പിയർ അല്ലെങ്കിൽ പില്ലർ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എത്ര പില്ലർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ പില്ലറിൻ്റെ സൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ ഇവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പില്ലറിൻ്റെ സൈസ് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ്, അതേപോലെ ഇത് തമ്മിലുള്ള ക്ലിയർ സ്പേസിങ്. ഇനി ഒരു പില്ലറിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത പില്ലറിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേ എന്ന് പറയുന്നത്. BAY ബേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യാനുണ്ട്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ഡ്രെയിനേജ് വാട്ടർ വേ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ P, അതായത് ഇതാ ഇവിടം മുതൽ ഇവിടം വരെ ഈ റിവറിൻ്റെ വിഡ്ത്ത്. ഇതിൻ്റെ താഴെ കൂടി റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ ഈ ഡയറക്ഷനിൽ. കനാൽ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, റിവർ താഴത്തേക്ക് ഈ ഒരു ഡയറക്ഷനിൽ, താഴത്തേക്കല്ല ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പോയിൻ്റ് കണ്ടുപിടിച്ചു, ഒരു ട്രയൽ വിഡ്ത്ത് കണ്ടുപിടിച്ചു. വിഡ്ത്ത് ഓഫ് ഡ്രെയിനേജ് വാട്ടർ വേയുടെ ട്രയൽ വിഡ്ത്ത് 82.5. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് പെരിമീറ്റർ നമ്മൾ വിഡ്ത്തായിട്ട് എടുത്തത്? ശരിക്കും പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ട്രപ്പീസോഡൽ സെക്ഷൻ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇത് വെള്ളം നനഞ്ഞു കിടക്കുന്ന ഈ ഒരു സൈഡ് പ്ലസ് ഇതിൻ്റെ ബോട്ടം വിഡ്ത്ത് പ്ലസ് ഈ ഒരു സൈഡ്, ഇതിൻ്റെ സമ്മാണ് ശരിക്കും പറഞ്ഞാൽ പെരിമീറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് ആ വാല്യൂവിനെ നമ്മൾ വിഡ്ത്തായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഈ റിവറിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ അപ്രോക്സിമേറ്റ്ലി മനസ്സിലായി 80 മീറ്റർ സംതിങ് ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാണ്? വെറും 2.5 മീറ്ററാണ്. അപ്പോൾ ഈ വിഡ്ത്തിൻ്റെ കൂടെ രണ്ട് സൈഡിൽ ചെറിയ വിഡ്ത്ത് കൂടിപ്പോയ ഒരു 5 മീറ്ററേ വരുള്ളൂ, ഈ സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെരിമീറ്ററിനെ വിഡ്ത്തായിട്ട് അസ്യൂം ചെയ്യുവാണ്. ഇത് പെർഫെക്റ്റ് ഒന്നുമല്ല, അസ്യൂം ചെയ്യുവാണ്. അതുകൊണ്ടാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിഡ്ത്ത് ഓഫ് ഡ്രെയിനേജ് ആയിട്ട് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ 3 സൈഡിൻ്റെയും കൂടി സമ്മാണ്. പക്ഷേ ഇവിടെ റിവറിൻ്റെ കേസിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ദാൻ അതിൻ്റെ സൈഡ്സ്. കാരണം വാട്ടർ ഡെപ്ത് വെറും 2.5 മീറ്ററേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 82.3 എന്നുള്ളൊരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. ഇനി ഇപ്പോൾ നമുക്ക് ഡിസ്ചാർജ് തന്നച്ച കൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് അല്ലേ. പെരിമീറ്റർ അതുവഴി വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനാണ് എടുത്തത്. ഇതിൻ്റെ അത് Q അറിയാം അല്ലേ. ഈ ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നതുകൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഡിസൈൻ്റെ അകത്ത് ഇത് എഴുതണമെന്നില്ല. യൂണിവേഴ്സിറ്റി എക്സാമിനും ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കുക, അതല്ലാതെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ Q തന്നിട്ടില്ല, പകരം റിവറിൻ്റെ ഏരിയയാണ് തന്നേക്കുന്നത്, ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് തന്നേക്കുന്നത് ഡിസ്ചാർജിന് പകരം. അങ്ങനെയാണെങ്കിൽ Q കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദ ഡ്രെയിനേജ് ഡിസ്ചാർജ് ഈസ് നോട്ട് ഗിവൺ Q, ഡ്രെയിനേജിൻ്റെ Q തന്നിട്ടില്ലെങ്കിൽ ബട്ട് ദ ക്യാച്ച്മെൻറ്റ് ഏരിയ ഇസ് ഗിവൺ, ആ റിവർ ഫ്ലോ ചെയ്യുന്ന ക്യാച്ച്മെൻറ്റിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ട 2 ഇക്വേഷനുണ്ട്, ഡിക്കൻസ് ഫോർമുല ആൻഡ് റയർസ് ഫോർമുല. ഡിക്കൻസ് ഫോർമുല Q is equal to CD into A raised to 3/4. റയൻസ് ഫോർമുല Q is equal to CR into A raised to 2/3. ഇതിനകത്ത് CD എന്ന് വെച്ചാൽ ഡിക്കൻസ് കോൺസ്റ്റൻ്റ് ആണ്,
CR എന്ന് വെച്ചാൽ റയാൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്ചാർജ് തരാതെ നിങ്ങൾക്ക് ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ CD അല്ലെങ്കിൽ CA. അപ്പോൾ CD തന്നിട്ടുണ്ടെങ്കിൽ ഡിക്കൻസ് ഫോർമുലയും CR തന്നിട്ടുണ്ടെങ്കിൽ റയാൻസ് ഫോർമുലയും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് പെരിമീറ്റർ P = 4.75 √Q എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ അറിഞ്ഞാലേ പറ്റും. ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് നമുക്ക് ക്ലിയർ സ്പാനും പിയറിൻ്റെ പിച്ചും എടുക്കാനുള്ള റേഞ്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പിയർ മുതൽ അടുത്ത പിയർ വരെയുള്ള ക്ലിയർ ഡിസ്റ്റൻസ്, അതിനാണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ എടുക്കുന്നത് 6 മീറ്റർ മുതൽ 10 മീറ്റർ വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അതേപോലെ ഒരു പിയർ അല്ലെങ്കിൽ ഒരു പില്ലറിൻ്റെ തിക്നെസ് നമ്മൾ 1 to 2 മീറ്റർ റേഞ്ചിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ക്ലിയർ സ്പാൻ 9 മീറ്റർ ആയിട്ടും ഒരു പിച്ചിൻ്റെ തിക്നെസ് 1.5 മീറ്റർ ആയിട്ടും എടുക്കാം. നിങ്ങൾ ഈ റേഞ്ച് ഒന്നും ഓർത്തിരിക്കേണ്ട. നിങ്ങൾക്ക് ഏത് പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് വന്നാലും ക്ലിയർ സ്പാൻ 9 മീറ്ററും പിയറിൻ്റെ തിക്നെസ് 1.5 മീറ്ററും സ്റ്റാൻഡേർഡായിട്ട് അതങ്ങ് പഠിച്ചു. കാരണം ഈ റേഞ്ചൊക്കെ ഓർത്തിരുന്ന് ഇനി അസ്യൂം ചെയ്യാനായിട്ടൊക്കെ പണിയാണ്. അപ്പോൾ ക്ലിയർ സ്പാൻ 9 മീറ്ററും തിക്നെസ് 1.5 മീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ബേസ്. അപ്പോൾ നമ്പർ ഓഫ് ബേ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഞാൻ ആ ഫിഗർ ഒന്നുകൂടി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് ടോട്ടൽ ഡ്രെയിനേജ് വാട്ടർ P. അത് ഓൾറെഡി നമുക്കിപ്പോൾ കിട്ടി 82.3. ഇനി ഞാൻ പറഞ്ഞു ബേ എന്ന് പറഞ്ഞാൽ ഒരു പിയറിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്പർ ഓഫ് ബേ, ഇവിടെ ശരിക്കും എത്ര ബേ ഉണ്ട്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിക്കും പറഞ്ഞാൽ 1 2 3 4 4 ബേ ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ വിഡ്ത്ത് 82.3 ഡിവൈഡഡ് ബൈ ഒരു ബേയുടെ വിഡ്ത്ത്. ഒരു ബേയുടെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ക്ലിയർ സ്പാൻ അത് എത്രയാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത്? 9 പ്ലസ് ഇവിടെ ഒരു പിയറിൻ്റെ പകുതി, ഇവിടെ ഒരു പിയറിൻ്റെ പകുതി. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു പിയർ അവിടെ ആഡ് ചെയ്യണം 1.5. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്പർ ഓഫ് ബേ ഈസ് ഈക്വൽ ടു ടോട്ടൽ വിഡ്ത്ത് ക്യാപിറ്റൽ P നമുക്ക് കിട്ടിയത് 82.3, ഒരു ക്ലിയർ സ്പാൻ പ്ലസ് ഒരു പിയറിൻ്റെ വിഡ്ത്ത്. അത് ചെയ്തപ്പോൾ നമുക്ക് 7.8 കിട്ടി. ഓഫ് കോഴ്സ് നമ്പർ ഓഫ് ബേ ഒരിക്കലും ഡെസിമൽ പോയിന്റിൽ വരില്ല, അത് നമുക്ക് റൗണ്ടഡ് വാല്യൂസിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിലെ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പോൾ 8 നമ്പേഴ്സ് എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ട്, സാർ ഇതിപ്പോൾ 7.5 വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ 8 തന്നെ എടുക്കും. ഇപ്പോൾ 7.5 അതിന് മുകളിലോട്ടോ ആണെങ്കിൽ തൊട്ട് മുകളിലേക്ക് റൗണ്ട് ചെയ്യുക. 7.5ൻ്റെ താഴെയുള്ള വാല്യൂ ആണെങ്കിൽ 7ലേക്ക് റൗണ്ട് ചെയ്യുക. അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി ഇത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ അങ്ങനെയൊന്നുമില്ല. ഓഡ് നമ്പർ വരാം, ഈവൺ നമ്പർ വരാം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് പിയർ. നമ്പർ ഓഫ് പിയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ബേ, ഇത് അടുത്ത ബേ, ഇത് അടുത്ത ബേ, ഇത് അടുത്ത ബേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 1 2 3 4 ബേ ഉണ്ട്. അപ്പോൾ 4 ബേ ഉള്ള ഈ ഫിഗറിൽ എത്ര പിയർ ഉണ്ട്? 1 2 3. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ബേ മൈനസ് 1. അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതും കാണാപ്പാടം പഠിക്കേണ്ട. നമ്പർ ഓഫ് ബേ എത്ര ഉണ്ടോ അതിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കും നമ്പർ ഓഫ് പിയർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് പിയർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബേസ് മൈനസ് 1. 8 ബേ ആണ് കിട്ടിയത്. 8 - 1 ഇസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്കിവിടെ 8 ബേയും കിട്ടി, 8 പിയറും കിട്ടി. ഇനി നമുക്ക് ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 8 ബേയും 7 പിയറും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ വിഡ്ത്ത് എത്ര വന്നേക്കെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 8 ബേ ഉണ്ടെന്ന് പറയുമ്പോൾ 8 ക്ലിയർ സ്പാനും ഉണ്ടാവും അല്ലേ? ഇതാണ് ഒരു ക്ലിയർ സ്പാൻ, ഇതാണ് അടുത്ത ക്ലിയർ സ്പാൻ, ഇതാണ് അടുത്ത ക്ലിയർ സ്പാൻ, ഇതാണ് അടുത്ത ക്ലിയർ സ്പാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 ബേ ഉണ്ട്, അതുകൊണ്ട് 8 ക്ലിയർ സ്പാനും ഉണ്ട്. അപ്പോൾ 8 ക്ലിയർ സ്പാൻ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു ഒരു ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9 മീറ്ററാണ് അസ്യൂം ചെയ്തത്. പ്ലസ് ഇനി എത്രയുണ്ട്?
ഇതിൻ്റെ ഇടയിൽ ഒരു പിയറുണ്ട്, ഒരു പിയറുണ്ട്, ഒരു പിയറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 7 പിയർ എന്നാണ് കിട്ടിയത്. 7 ഇൻറ്റു ഒരു പിയറിൻ്റെ തിക്നെസ് ആയിട്ട് നമ്മൾ 1.5 ആണ് എടുത്തത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പി കിട്ടും. ഓക്കെ, കാര്യം മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ ഈസ് ഈക്വൽ ടു 8 × 9. 8 എന്ന് വെച്ചാൽ 8 നമ്പർ ഓഫ് ക്ലിയർ സ്പാൻ, ഒരു ക്ലിയർ സ്പാൻ എന്ന് വെച്ചാൽ 9 മീറ്റർ, പ്ലസ് 7 × 1.5. 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പിയർ ഉണ്ട്, ഒരു പിയറിൻ്റെ തിക്നെസ് 1.5. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 82.5 മീറ്റർ എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് പീൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചത് 82.3 മീറ്ററാണ്. ഇപ്പോൾ കിട്ടിയത് 82.5. ഏകദേശം റഫ്ലി സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു നോട്ട് കൂടി പറയാം. എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ലേസി സ്പീ ഈസ് പെർമിറ്റഡ് ഫോർ സ്മോൾ ഡ്രെയിൻസ്. അതായത് ഇതിൻ്റെ ഡീവിയേഷൻ ആദ്യം കണ്ടുപിടിച്ച പി, അതായത് 82.3യും ഇപ്പോൾ കിട്ടിയ വിട്ടും തമ്മിൽ 20% വേരിയേഷൻ വരെ ആണെങ്കിലും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് അവസാനം കിട്ടിയ വാല്യൂ തന്നെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർ വേയിൽ വരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത്? ഇതാ ഈ ഡ്രെയിനേജിൻ്റെ വിഡ്ത്ത് 82.5 ആണെന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഇടയിലുള്ള ക്ലിയർ സ്പാൻ 9 മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ഈ പിയറിൻ്റെ തിക്നെസ് 1.5 മീറ്റർ ആണെന്നും കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. 7 പിയർ ഉണ്ടെന്നും കിട്ടി. ഓക്കെ, 7 പിയർ അല്ലെങ്കിൽ 7 പില്ലർ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് നമ്പർ 2-ലുള്ളത്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രെയിനേജിലുള്ള വാട്ടർ വേ ആണ് ഡിസൈൻ ചെയ്തത്. ഡ്രെയിനേജ് ഇതിപ്പോൾ കനാലാണ്. അപ്പോൾ ഡ്രെയിനേജിലാണ് നമ്മൾ പിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതേപോലെ ഡ്രെയിനേജിൻ്റെ അല്ലെങ്കിൽ ആ റിവറിൻ്റെ മൊത്തത്തിലുള്ള വിഡ്ത്താണ് 82.5. അടുത്ത നമ്മൾ കനാലിൻ്റെ വാട്ടർ വേ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ഫ്രഷ് ആയിട്ടൊരു പടം കൂടി വരക്കുന്നുണ്ട്. അപ്പോൾ കനാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രപ്പീസോഡൽ കനാലാണ് അല്ലേ. ട്രപ്പീസോഡൽ കനാൽ 20 മീറ്റർ ആയിരുന്നു അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ വിഡ്ത്തിനെ ഞാനിവിടെ BN എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. BN, B എന്ന് വെച്ചാൽ വിഡ്ത്തിനും, N എന്ന് വെച്ചാൽ നാച്ചുറൽ ബെഡ് വിഡ്ത്ത്, അതല്ലെങ്കിൽ ഒറിജിനൽ ബെഡ് വിഡ്ത്ത്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നാച്ചുറൽ അതിൻ്റെ കനാലിൽ ഫ്ലോ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒറിജിനൽ ബെഡ് വിഡ്ത്താണ് 20. അതുകൊണ്ട് അതിനെ ഞാൻ BN എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കനാലിൻ്റെ വിഡ്ത്ത് BF, ഫ്ലൂം ചെയ്ത വിഡ്ത്ത് അല്ലേ. ഒറിജിനൽ വിഡ്ത്ത് നമ്മൾ ഫ്ലൂം ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് എത്ര വിഡ്ത്തിലേക്കാണ് മാറ്റിയത്, അതാണ് ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് കനാൽ. അതിനെ ഞാൻ BF എന്നാണ് കൊടുത്തത്, F ഫോർ ഫ്ലൂംഡ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത്, വാട്ടർ വേയുടെ ലെങ്ത്ത്, അത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഫ്ലൂംഡ് കനാൽ ഫ്ലോ ചെയ്യുന്ന ലെങ്ത്ത്. അതായത് ഈ BF ഫ്ലൂം ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പിലായി കഴിഞ്ഞാൽ, വാട്ടർ കനാൽ റെക്റ്റാങ്കുലർ ഷേപ്പിലായി കഴിഞ്ഞാൽ 82.5 മീറ്റർ എന്ന് പറയുന്ന ആ റിവറിനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് 82.5 ആണെന്നറിയാം. അതല്ലാതെ നമുക്ക് ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒറിജിനൽ 20 മീറ്റർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലേ ഈ ഫ്ലൂംഡ് വിഡ്ത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഒന്ന്, ഈ ഫ്ലൂംഡ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 2, ഇതിൻ്റെ ലെങ്ത്ത്, അതിനെ ഞാൻ LF എന്നാണ് കൊടുത്തേക്കുന്നത്, ലെങ്ത് ഓഫ് ഫ്ലൂമിങ്, അതാണ് LF. അതിൻ്റെ കൂടെ C എന്നും കൊടുത്തു, C ഫോർ കോൺട്രാക്ഷൻ. അപ്പോൾ വലിയ ഒരു സൈസ് കോൺട്രാക്റ്റ് ചെയ്തിട്ട് ചെറിയ ഒരു സൈസായി, അതുകൊണ്ടാണ് ഇത് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇതിങ്ങനെ ഫ്ലോ ചെയ്ത് അറ്റത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ റിവർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഫ്ലൂം ചെയ്ത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ വഴി, ഇവിടെ എക്സ്പാൻഷനാണ് സംഭവിച്ചത്, ഇവിടെ C, വീണ്ടും പഴയ കനാലിൻ്റെ അതേ സൈസിൽ കൂടി കനാൽ ഫ്ലോ ചെയ്ത് പോകണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഡിസൈൻ ചെയ്യേണ്ടത് ഈ കനാലിൻ്റെ വിഡ്ത്ത് ഓഫ് ഫ്ലൂമിങ് എത്ര, 2 ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ കോൺട്രാക്ഷൻ, ഈ കോൺട്രാക്ഷൻ ട്രാൻസിഷനിൽ ഇതിൻ്റെ ലെങ്ത് എത്ര, ഇത്രയും ലെങ്ത് എത്ര. ഇനി അടുത്തത് ഇവിടെ ഇത് ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ എക്സ്പാൻഷൻ, LFE. അപ്പോൾ ആ നൊട്ടേഷൻസാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേയിൽ ഡിസൈൻ ചെയ്യാനുള്ളത്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നതെന്നൊക്കെ. അത് ചുമ്മാ ഇട്ടേക്കുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ വെച്ചിട്ട് ഈ ട്രപ്പിസോഡൽ സെക്ഷൻ ചേഞ്ച് ചെയ്തു. ഇവിടെ വെച്ച് ഇത്രയും പോർഷനിലാണ് ഫ്ലൂമിങ് സംഭവിച്ചത്. ഫ്ലൂമിങ് ചെയ്ത ഈ റീജിയനാണ് അതിൻ്റെ കോൺട്രാക്ഷൻ. ഇവിടെ മുതൽ അത് റെക്റ്റാങ്കിളാണ് എന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലാണ് അത് ഫ്ലോ ചെയ്യുന്നത്. റിവർ ക്രോസ് ചെയ്യുന്നവരെ അത് റെക്റ്റാങ്കുലർ കോൺക്രീറ്റ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് പഴയ ട്രപ്പിസോഡൽ ഷേപ്പിലേക്ക് പോകും. ഇനി അതേപോലെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടുത്തെ സ്ലോപ്പ് എത്ര ഹൊറിസോണ്ടൽ ഈസ് ടു എത്ര വെർട്ടിക്കലാണ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ സ്ലോപ്പ് ഓഫ് ഫ്ലൂമിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുമ്മാ കൊണ്ട് ചെറുതാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ല. ഇവിടുത്തെ വിഡ്ത്ത്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ വിഡ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ പോരെ. ശരിക്കും സ്ട്രൈറ്റ് ലൈൻ അല്ല. സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തുകൂടി വെള്ളം ഫ്ലോ ചെയ്യുമല്ലേ. ഷാർപ്പായിട്ടുള്ളൊരു ടേണാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വാട്ടറിൻ്റെ ഡിസ്ചാർജിനും വെലോസിറ്റിക്കും നല്ല ചേഞ്ച് വരും. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സ്മൂത്ത് പ്രൊഫൈലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്മൂത്ത് പ്രൊഫൈലിൻ്റെ സ്ലോപ്പ് എത്ര കൊടുക്കണമെന്ന് അറിയണം. ഇവിടെയും ഇത് എത്ര ലെങ്ത്ത് എത്തുമ്പോഴാണ് ഈ ഒരു BF എന്ന് പറയുന്ന വിഡ്ത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ദ മാക്സിമം ഫ്ലൂമിങ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 50% ഓഫ് ഒറിജിനൽ ബെഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ബെഡ് വിഡ്ത്ത് എത്രയാണോ അതിനെ 50% വരെ ഫ്ലൂം ചെയ്യാം, എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ എത്രയായിരുന്നു? 20 മീറ്റർ വിഡ്ത്തിലായിരുന്നു കനാൽ ഫ്ലോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതിനെ മാക്സിമം നമുക്ക് 50% വരെ ചെറുതാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 10 മീറ്റർ വരെ വിട്ട് കൊടുക്കുക, അതിലും കുറക്കാൻ പാടില്ല. 10 താഴെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്, മാക്സിമം 50% ഓഫ് ഫ്ലൂമിങ് ഈസ് അലൗഡ്. അപ്പോൾ 20 മീറ്റർ വിഡ്ത്തിൽ ഫ്ലോ ചെയ്തുകൊണ്ട് വന്നിരുന്ന വെച്ചാൽ ഒറിജിനൽ കനാൽ നമുക്ക് എത്രയാക്കി ചെറുതാക്കാൻ പറ്റും? ട്രഫിലേക്ക് കയറുമ്പോൾ 10 മീറ്റർ ആക്കി ചെറുതാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ട്രാൻസിഷനൊക്കെ എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഒന്ന് അതാണ്. അപ്പോൾ ഒറിജിനൽ ബെഡ് വിഡ്ത്ത് BN, ഒറിജിനൽ ബെഡ് വിഡ്ത്ത് അല്ലെങ്കിൽ നോർമൽ ബെഡ് വിഡ്ത്ത് BN ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മീറ്റർ. ഇനി അടുത്തത് നമ്മുടെ ഈ ട്രഫിലേക്ക് കയറുമ്പോഴുള്ള വിഡ്ത്ത്, ഫ്ലൂംഡ് ബെഡ് വിഡ്ത്ത് BF 10 മീറ്റർ ആണെന്ന് മനസ്സിലായി. കാര്യം എന്താണ്? 50% നമ്മളങ്ങ് ഫ്ലൂം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് സ്പ്ലേ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് 2:1 ഇൻ കോൺട്രാക്ഷൻ. അപ്പോൾ ഇവിടെയാണ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ 2:1 സ്ലോപ്പാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് 3:1 ഇൻ എക്സ്പാൻഷൻ, തിരിച്ച് എക്സ്പാൻഡ് ചെയ്ത് പഴയ കനാലിലേക്ക് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇത് എക്സ്പാൻഷൻ, ഇത് കോൺട്രാക്ഷൻ. അപ്പോൾ കോൺട്രാക്ഷനിൽ 2:1 സ്പ്ലേ അല്ലെങ്കിൽ 2:1 സ്ലോപ്പും എക്സ്പാൻഷനിൽ 3:1 സ്ലോപ്പുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 50% ഫ്ലൂം ചെയ്യാമെന്ന് മനസ്സിലായി. കോൺട്രാക്ഷനിൽ 2:1 എക്സ്പാൻഷനിൽ 3:1 ആണ്. അപ്പോൾ ഇവിടെ നമുക്കെടുത്ത് എഴുതാൻ പറ്റും, ഇത് 3:1 ഇത് 2:1 കോൺട്രാക്ഷനിൽ, ഇത് 3:1. 3:1 എന്ന് വെച്ചാൽ 2 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കലാണ്. അപ്പോൾ 2 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ, ഇവിടെയും 3 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ, ആ രീതിയിൽ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ കോൺട്രാക്ഷനും ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ എക്സ്പാൻഷനും കണ്ടുപിടിക്കാം. അതായത് LFCയും LFEയും, കോൺട്രാക്ഷനിലെ ലെങ്ത്, എക്സ്പാൻഷനിലെ ലെങ്ത്. ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ. ഇനീഷ്യലി അത് 20 ആയിരുന്നു, ഫ്ലൂം ചെയ്ത് നമ്മൾ 10 ആക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ട്രയാങ്കിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ ഇതെത്ര വരും? ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എത്രയായിരിക്കും? മൊത്തം 20 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 10 പോയി അല്ലേ? 20 ഉണ്ടായി 10 പോയി കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് ലെങ്ത് ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഈ ഒരു ഡിസ്റ്റൻസ് x കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് x ആണ്. അപ്പോൾ x എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 20 ആയിരുന്നു, ഫ്ലൂം ചെയ്ത് നമ്മളതിനെ 10 ആക്കി. അപ്പോൾ ബാക്കി എത്ര? ബാക്കി ഈ രണ്ടും വരും, ഈ രണ്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡും വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എക്സിൻ്റെ വാല്യൂ. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ സൈഡ്, ഇതാണ് എക്സ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലെങ്ത്താണ്,
എഫ് സി ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ കോൺട്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രയാങ്കിൾ റിസോൾവ് ചെയ്താൽ മതി. അപ്പോൾ ട്രയാങ്കിൾ ആ ഒരു കോൺട്രാക്ഷൻ്റെ സ്ലോപ്പ് എത്രയാണ്? 2 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കലാണ്. ഇസ് ഈക്വൽ ടു, ഇനി ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എൽ എഫ് സി. അപ്പോൾ എൽ എഫ് സി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എൽ എഫ് സി ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 എച്ച് ഞാൻ എഴുതുന്നില്ല, അത് ഹൊറിസോണ്ടൽ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് 2x എന്ന് കിട്ടും. 2x. അപ്പോൾ എൽ എഫ് സി ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എൽ എഫ് ഇ ഈസ് ഈക്വൽ ടു, അവിടുത്തെ ഹൊറിസോണ്ടൽ റേഷ്യോ 3 അല്ലേ, 3 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ എന്നല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്തെന്ന് വരും? 3x എന്ന് വരും. സിമ്പിളല്ലേ? അതാണ് ദാ ഇവിടെ എഴുതിയേക്കുന്നത്. ഇതൊന്നും കാണാൻ പഠിക്കരുത്. എക്സിൻ്റെ സ്ഥാനത്ത് അവർ എഴുതിയേക്കുന്നതാണ് 20 - 10/2. 20 - 10/2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. ഇത് 2x, ഇത് 2x, ഇത് 3x. 2x കോൺട്രാക്ഷനിലും 3x എക്സ്പാൻഷനിലും. 2x കിട്ടാൻ കാര്യം ഇവിടുത്തെ സ്ലോപ്പ് 2:1 എക്സ്പാൻഷനിലെ സ്ലോപ്പ് 3:1 ആണ്. ഈ 2ഉം ഈ 3ഉം ആണ് ഇവിടെ എടുക്കുന്നത്. ഈ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് 20 - 10/2, 20 - 10/2. കാരണം അതിൻ്റെ ഇനീഷ്യൽ ലെങ്ത് 20 ആയിരുന്നു, 10ലേക്കാണ് ഫ്ലൂം ചെയ്തത്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസുമാണ് കിട്ടുന്നത്. അത് രണ്ട് സൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കിട്ടാൻ വേണ്ടി ഇതാണ് എക്സ്. ശരിക്കും പറഞ്ഞാൽ 2x ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത് 20 - 10 ചെയ്യുമ്പോൾ. ഡിവൈഡ് ബൈ 2 ചെയ്താൽ എക്സ് ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ, ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ കോൺട്രാക്ഷൻ എൽ എഫ് സി നമുക്ക് എത്ര കിട്ടി? 10 മീറ്റർ എന്ന് കിട്ടി. അതേപോലെ ഇപ്പുറത്ത് എൽ എഫ് ഇ ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ എക്സ്പാൻഷൻ നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിലെ എല്ലാ പാരാമീറ്ററും കണ്ടുപിടിച്ചു. ഇനി ആ ഫിഗറിൻ്റെ അകത്ത് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ബി എൻ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, നോർമൽ ബെഡ് വിഡ്ത്ത് 20 മീറ്റർ. ഇനി നമ്മുടെ അക്യുഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂംഡ് ബെഡ് വിഡ്ത്ത് 10 മീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ഇവിടുത്തെ സ്ലോപ്പ് 2:1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എക്സ്പാൻഷൻ്റെത് 3:1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത എന്താണ്? കനാൽ ഡ്രെയിനേജിൻ്റെ വാട്ടർ വേ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. P = 82.5. ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ 15 മീറ്റർ എന്ന് കിട്ടി. ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ 10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേയിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ്, അതായത് ഈ ട്രപ്പീസോഡിലും അവിടെ നിന്ന് റെക്റ്റാങ്കിളിലേക്ക് മാറുന്നതിൻ്റെ ഇടയിലുള്ള ഇത്രയും ലെങ്ത്ത്. അതേപോലെ ഇപ്പുറത്തും റെക്റ്റാങ്കിളിൽ നിന്ന് ട്രപ്പീസോഡൽ ഷേപ്പിലേക്ക് മാറുന്നതിന് മുമ്പ് ആ വാട്ടർ എത്ര ലെങ്ത്ത് ട്രാവൽ ചെയ്യണം. ഇതാണ് എൽ എഫ് ഇ, ഇതാണ് എൽ എഫ് സി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3 വന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് പതുക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ.